നമസ്കാരം, ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാഷ്ട്രത്തിൻ്റെ 7ാമത്തെ പാഠമാണ്. നമുക്കിനി ക്ലാസ്സിലോട്ട് കടക്കാം. 7ാമത്തെ പാഠമാണ് സ്വാമി വിവേകാനന്ദ കെ ജീവൻ കി ദോ ഘടനായെ. എഴുതിയിരിക്കുന്നത് എം ജനാർദ്ദനൻ പിള്ളയാണ്. हमारी भारत भूमि वह पवित्र भूमि है जिसने समय समय पर कई महात्माओं को जन्म दिया है. इतिहास का विद्यार्थी यह समझ सकता है कि यहाँ कितने ही अमूल्य रत्न उत्पन्न हुए हैं, तभी तो इसका रत्नगर्भ नाम सार्थक हुआ है. നമ്മുടെ ഭാരതം പവിത്ര ഭൂമിയാണ്. ഇവിടെ സമയാസമയങ്ങളിൽ പല പല മഹാത്മാക്കൾക്കും ജന്മം നൽകിയിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഭാരതഭൂമിയിൽ എത്ര രത്നങ്ങൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് ഭാരതത്തിന് രത്നഗർഭം എന്ന പേര് സാർത്ഥകമാകുന്നത്. ഹമാര പ്യാര ഭാരത് ആർഷ ഭാരത് ഹെ, ജിസ്കാ അർത്ഥ് ഹെ ഋഷിയോं का ഭാരത്. നമ്മുടെ ഭാരതം ആർഷ ഭാരതമാണ്. അതിന്റെ അർത്ഥം ഋഷികളുടെ ഭാരതം എന്നാണ്. വേ ഋഷി ഇസ് സംസാർ കോ പൂർണ്ണത ഫൂൽ കെ ബൻ ജാക്കർ തബ് കർക്കെ സ്വയം സുഖ പ്രാപ്ത് കർനെ വാലെ നഹീ ഥേ. ആ മഹർഷിമാർ ഈ ലോകത്തെ മറന്നിട്ട് വനത്തിൽ പോയി തപസ് ചെയ്തത് സ്വന്തം സുഖത്തിന് വേണ്ടി ആയിരുന്നില്ല. वे स्वार्थ का बलिदान करके परार्थ के लिए अपने जीवन को अर्पित करने वाले थे. അങ്ങനെയുള്ള മുനിമാര് സ്വാർത്ഥത വെടിഞ്ഞിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് വനത്തിൽ പോയി തപസ് ചെയ്തത്. ഹമാരെ ഉच्च एवं उज्जवल संसार के पीछे उन त्यागी ऋषियों का बड़ा हाथ रहा है. നമ്മുടെ ഉജ്ജ്വലമായ സംസ്കാരത്തിന് പിന്നിൽ അങ്ങനെയുള്ള മുനിമാരുടെ ത്യാഗമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഉൻകെ രചേ വേദ ശാസ്ത്ര ഉപനിഷത്ത് ഏ സബ് അബ് ഭി കാം ആ രഹേ ഹൈ. അവര് രചിച്ചിട്ടുള്ള വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഇന്നും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉള്ള ഗ്രന്ഥങ്ങളാണ്. സ്വാമി വിവേകാനന്ദ് ഉസ് ഋഷി പരമ്പരാ മേ ആത്തെ ഹൈ. സ്വാമി വിവേകാനന്ദൻ ആ ഋഷി പരമ്പരയിൽ ഉൾപ്പെട്ട ആളാണ്. ശ്രീ ശങ്കരാചാര്യ കെ ബാദ് ഉൻകാ നാം ലിയാ ജാത്താ ഹെ. ശ്രീ ശങ്കരാചാര്യന് ശേഷം സ്വാമി വിവേകാനന്ദന്റെ പേരാണ് നമ്മൾ എടുത്തു പറയുന്നത്. ശങ്കരാചാര്യ കെ സമാൻ ഉൻഹോനെ ഫി അപ്പനെ പാണ്ഡിത്യ സെ ദിഗ്വിജയ് കിയാ ഥാ. ശങ്കരാചാര്യനെ പോലെ സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ട് ലോകം മുഴുക്കെ കീഴടക്കിയിരുന്നു. जहां जहां वे गए सब कहीं अपने प्रागंड पांडित तथा प्रगर प्रतिभा से सबको പ്രഭാവിത് करते रहे. എവിടെയൊക്കെയാണോ അദ്ദേഹം യാത്ര ചെയ്തത് അവിടെയുള്ള എല്ലാ ആളുകളെയും സ്വന്തം കഴിവും പ്രതിഭയും കൊണ്ട് തന്നിലേക്ക് ആകർഷിച്ചിരുന്നു. ഭാരത് കി ദുർദശ ദേഖിക്കർ വേ രോയത്തോ സഹി. ഭാരതത്തിന്റെ ദുർദശ കണ്ടപ്പോ അദ്ദേഹം കരഞ്ഞു എന്നുള്ളത് സത്യമാണ്. लेकिन दूसरे क्षण सिंह के समान वे गिरज उड़े. अब भारतीयों को लाव शरीर और इस्पात की नसें चाहिए. भारत की आजादी की नींव स्वामी जी के हाथों से ही पड़ी थी. ഭാരതത്തിന്റെ ദുർദശ കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു എന്നുള്ളത് സത്യമാണ്. ആ ക്ഷണത്തിൽ തന്നെ അദ്ദേഹം ഒരു സിംഹത്തെ പോലെ സടകുടഞ്ഞ് എണീറ്റു. എന്നിട്ട് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ആ ഒരു കടമ തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം കരുതുകയും അതിനായി അദ്ദേഹം പ്രയത്നിക്കുകയും ചെയ്തു. ഉൻകാ സാരാ ജീവൻ ഏക മഹാൻ അത്ഭുത ഘടന ഥേ. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുക്കെ ഓരോരോ ഇൻസിഡൻസ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഉസ് ജീവൻ ചരിത് കാ അധ്യയൻ പുരാണോം കെ അധ്യയൻ സേ കിസി ഭി ഹാലത് മേ കം നഹി ഹൈ. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നത്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു പക്ഷേ പുരാണങ്ങൾ വായിക്കുന്ന അത്രയും തന്നെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ഉൻകെ ജീവൻ മേ ഐസി ഐസി ബഹുത് സി ഘടനായെ ഘടി ഹൈ ജോ ഉൻകെ മഹത്വ കി ഓർ പ്രകാശ് ഡാൽത്തി ഹെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി
ഘടനകൾ, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി കൂടുതൽ അറിവ് നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. उनमें से दो छोटी छोटी घटनाएं नीचे दी जाती है जिनसे एक हद तक पता चलेगा कि उनके दिल में मनुष्य मात्र से कितनी सहानुभूति थी और गरीबों का वे कितना आदर करते थे. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള രണ്ട് ചെറിയ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് ഓരോ ജീവജാലങ്ങളോടും മനുഷ്യനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഗോമാതാ സംരക്ഷക്, അത് ഒരു ഇൻസിഡന്റ് ആണ്. നമുക്കത് വിശദമായിട്ട് വായിക്കാം. ഗോമാതാ സംരക്ഷക് എന്ന് പറഞ്ഞാൽ പശുക്കളെ സംരക്ഷിക്കുന്ന ആളാണ്. एक बार किसी गौ संरक्षक समिति के एक मुख्य सदस्य ने स्वामी जी के पास आकर उनसे चंदा मांगा. स्वामी जी ने उनसे पूछा, आपकी समिति का ലക്ഷ്യ ക്യാ ഹേ. ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു അതായത് പശുക്കളെ സംരക്ഷിക്കുന്ന സമിതിയുടെ മുഖ്യൻ വന്ന് സ്വാമിജിയെ കണ്ടു. എന്നിട്ട് അദ്ദേഹം ഡൊണേഷൻ ചോദിച്ചു. ആപ്കി സമിതി കാ ലക്ഷ്യ ക്യാ ഹേ. ഇപ്പോ സ്വാമി വിവേകാനന്ദൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ സമിതിയുടെ ലക്ഷ്യം എന്താണ്? സദസ്യ ഹം കസായിയോ കെ ഹാസെ ഗോമാതാവുങ്കോ ഖരീദ് കർ ഉൻഹെ ബജാത്തെ ഹൈ. അപ്പൊ അയാള് പറഞ്ഞത്, ഞങ്ങള് ഇറച്ചി വെട്ടുകാരുടെ കയ്യിൽ നിന്നും പശുക്കളെ വാങ്ങി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. हमने गौशालाओं की स्थापना की है जहां बीमार तथा बूटी गायों का സംരക്ഷൺ ഹോത്താ ഹെ. അയാൾ പറഞ്ഞത് ഗോമാതാക്കളെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതായത് വയസ്സായ പശുക്കളെയും രോഗം പിടിച്ച പശുക്കളെയൊക്കെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്വാമിജി യഹ് തോ അച്ചി ബാത് ഹെ, ഇസ്കേ ലിയേ ധൻ കഹാം സെ മിൽത്താ ഹെ. സ്വാമിജി ചോദിച്ചു, അത് നല്ലൊരു കാര്യമാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ധനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സദസ്യ ആപ് ജൈസെ ഉച്ച വിചാർ വാലെ സജ്ജനോ കി ആർത്ഥിക സഹായതാസെ യഹ് കാം ചൽത്താ ഹെ. അപ്പൊ സദസ്യ പറഞ്ഞത്, താങ്കളെ പോലെ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. സ്വാമിജി സമിതിക്ക് ആർത്ഥിക ദശ അബ് കൈസി ഹെ. സ്വാമിജി അയാളോട് ചോദിച്ചു, ഇപ്പോ ആ സമിതിയുടെ സമ്പത്ത്, അതിന്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്? സദസ്യ മാർവാടി ഹി ഇസ്കെ പ്രധാൻ സഹായക് അവർ സംരക്ഷക് ഹൈ. മാർവാടികളാണ് ഇതിന് പ്രധാനമായിട്ട് ഡൊണേറ്റ് ചെയ്യുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഉൻഹോനെ ബെഡി മാത്രമേ ധൻ ദേക്ക് കർ ഇസ്കി സഹായത കി ഹെ. ഈ മാർവാടികള് ഒരുപാട് പൈസ തന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. സ്വാമിജി മധ്യഭാരത് മേ ഏക് ഭയാനക് അകാൽ പഡ് രഹാ ഹെ. അപ്പൊ സ്വാമിജി പറഞ്ഞു, മധ്യഭാരതത്തിലെ ഒരു ക്ഷാമം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഭാരത സർക്കാർ ने अपनी रिपोर्ट में कहा है कि भूख से पीड़ित होकर लाखों आदमी मर चुके हैं. ഭാരത സർക്കാർ റിപ്പോർട്ട് ചെയ്തത് പട്ടിണി കൊണ്ട് ഒരുപാട് ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. इन हतभाग्यों को मौत के मुंह से बचाने के लिए आपकी समिति कोई काम कर रही है. സ്വാമിജി ചോദിച്ചു, ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷാമം കാരണം. അപ്പൊ നിങ്ങളുടെ സമിതി അവരെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സദസ്യ ഹം അകാൽ ജൈസി വിപത്യോം സെ ലോഗോം കോ ബച്ചാനെ കെ ലിയേ കുച്ച് നഹീ കർത്തെ. അപ്പൊ സദസ്യ പറഞ്ഞത്, ഞങ്ങള് ക്ഷാമം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഹമാര ലക്ഷ്യ ഗോമാതാവും കോ ബച്ചാന ഹെ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോമാതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്വാമിജി जब देश के लाखों भाई इस प्रकार अकाल से पीड़ित होकर तिल तिल मर रहे हैं, उनको एक कौर भोजन देकर बचाना क्या आपका कर्तव्य नहीं है? അപ്പൊ സ്വാമിജി ചോദിച്ചു, നമ്മുടെ ദേശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, സഹോദരന്മാരും സഹോദരിമാരും ഒരുപാട് കുട്ടികളും അടങ്ങുന്ന സമൂഹത്തിലെ ഒരുപാട് ആളുകള് നിമിഷ നേരം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കർത്തവ്യം നിങ്ങൾക്കില്ലേ? സദസ്യ നഹീം യഹ് അകാൽ ഉൻ ലോഗോം കെ പാപം അവർ കർമ്മോം കാ ഫൽ ഹെ. സദസ്യ പറഞ്ഞത്, ഇല്ല, ഈ ക്ഷാമം അവർ നേരിടുന്നത് അവരുടെ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ജൈസ കർമ്മ ഹെ വൈസ ഫൽ ഫി മിൽത്താ ഹെ. ഏതുപോലെയാണോ കർമ്മം അതുപോലെയാണ് ഫലവും ലഭിക്കുന്നത്.
यह सुनते ही स्वामी जी का चेहरा लाल हो गया और उनकी आंखों से ചിങ്കാരിയാം നികൽനെ ലഗി. ഇത് കേട്ടപ്പോ സ്വാമി വിവേകാനന്ദന്റെ കണ്ണുകൾ ജ്വലിച്ചു. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം ഉണ്ടായി. थोड़ी देर के बाद अपने ख्वाबों को दबाकर उन्होंने कहा, जी ऐसी संस्थाओं से मुझे कोई सहानुभूति नहीं. അദ്ദേഹത്തിന്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള സംഘടനകളോടൊന്നും ഒരു സഹാനുഭൂതിയില്ല. जिनके पास मनुष्य के लिए दया की एक बूंद भी नहीं और जानवरों तथा पक्षियों को बचाने के लिए करोड़ों रुपए खर्च करती है. അതായത് മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഒരു സഹായം പോലും ചെയ്യുന്നില്ല, ജീവജാലങ്ങളെ രക്ഷിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെയുള്ള സംസ്ഥകളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല എന്ന് സ്വാമിജി പറഞ്ഞു. मुझे कोई आशा नहीं कि ऐसी संस्थाएं दुनिया की भलाई कर सकती है. എനിക്കൊരു ആശയമില്ല, അതായത് എനിക്കൊരു ഒന്നും തോന്നുന്നില്ല ഇതുപോലെയുള്ള സംഘടനകള് ലോകത്തിന് വേണ്ടി നന്മയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. यह कहते आपको लज्जा नहीं आती कि मनुष्य अपने कर्म के कारण मर रहे हैं इसलिए वे मरे. താങ്കൾക്ക് ഇത് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ? എന്താണ്? അതായത് മനുഷ്യൻ അവന്റെ കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ മരിക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഐസാ കഹത്തെ വക്ത് ആപ്കെ ദിൽ മേ കോയി ചോട്ട് നഹി ലഗി. ഇങ്ങനെ പറയുന്ന സമയത്ത് താങ്കളുടെ മനസ്സിന് ഒരു മുറിവും ഏറ്റിട്ടില്ലേ? യദി കർമ്മ പർ ഇസ് തരഹ് വ്യാഖ്യ കർത്തേ രഹേ തോ ഇസ് ദുനിയാ മേ ആപ് കുച്ച് നഹി കർ സക്തേ. കർമ്മത്തിനെ പറ്റി ഇങ്ങനെയുള്ള വ്യാഖ്യകൾ നടത്തുന്ന താങ്കൾക്ക് ഈ ലോകത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കിസി കാഫി ഫല നഹി കർ സക്തി. ആർക്കും ഒരു നന്മയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആപ്കെ കാം പർ ഹി ഇസ് കർമ്മ കാ ആരോപ് കർ സക്തേ ഹൈ. നിങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ ഈ കർമ്മത്തിന്റെ ഫലം നിങ്ങൾ ആരോപിക്കുകയാണ്. ഏ ഗായോ ജോ കസായോ കെ ഹാത്തോ മേ പട് ജാത്തി ഹൈ യഹ് ഉൻകെ കർമ്മോ കാ ഫൽ ഹൈ നാ. അപ്പോ ഈ പശുക്കള്, അതായത് ഇറച്ചിവെട്ടുകാരുടെ കൈകളിൽ ചെന്നുപെടുന്ന പശുക്കള് അവരുടെ കർമ്മഫലം കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? വഹി ആപ്ക ആദർശ് ഹേ തോ ഫിർ ഇൻ ഗായോ കെ പീച്ചെ ക്യോം പടേ രഹത്തെ ഹൈ. അപ്പോ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പശുക്കളുടെ പുറകെ നടക്കുന്നത്? സ്വാമിജി കി ബാത്തോങ്ക ഉൻ പർ ഖൂബ് അസർ പട. സ്വാമിജി പറഞ്ഞ കാര്യം അയാൾക്ക് വല്ലാതെ അയാളുടെ മനസ്സിൽ പതിഞ്ഞു. ഉൻഹോനെ കഹ ആപ് ജോ കാത്തെ ഹൈ വഹി ബിൽകുൽ ടീക് ഹെ. അയാൾ പറഞ്ഞു, താങ്കൾ പറയുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. ലേക്കിൻ ഹമാരെ ശാസ്ത്രത്തോ കാത്തെ ഹൈ കി ഗായ് ഹമാരി മാതാ ഹെ. എന്നാൽ നമ്മുടെ ശാസ്ത്രം പറയുന്നത് പശു നമ്മുടെ അമ്മയാണ്, ഗോമാതായാണ്. इसका मसा लेते हुए स्वामी जी ने कहा, बेशक गाय हमारी माता ही है. അപ്പോ അത് കേട്ടിട്ട് സ്വാമിജി പറഞ്ഞു, തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്, ഗോ നമ്മുടെ മാതാവാണ്. നഹിത്തോ ആപ് ജൈസി പ്രതിഭാശാലി പുത്രോങ്കോ കോൺ ജന്മദേഗി. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നിങ്ങളെ പോലെയുള്ള പ്രതിഭാശാലിയായിട്ടുള്ള മക്കൾക്ക് ജന്മം നൽകിയത്. സദസ്സി അപ്പന സമൂഹലേക്കർ ലൗട്ട് ഗയെ. സ്വാമിജിയുടെ വാക്കുകൾ കേട്ടിട്ട് അയാള് വായു മൂടി തിരിച്ചു പോരേണ്ടി വന്നു. സ്വാമിജി അയാളുടെ വായടപ്പിച്ചാണ് അയാളെ പറഞ്ഞു വിട്ടത്. അത് സാത്വിക് ചപ്പാത്തിയ. സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ സംഭവമാണിത്. ജബ് വിവേകാനന്ദ अलवारा में रहते थे तब उन्हें कई बड़े बड़े लोगों का न्योता मिलता था. സ്വാമി വിവേകാനന്ദൻ അൽവാറയിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വലിയ വലിയ ആൾക്കാരുടെ ക്ഷണം കിട്ടുമായിരുന്നു, അതായത് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ. ലേക്കിൻ ഉൻഹോനെ ഏക് ഗരീബ് ബുഡിയാക്കാൻ നിമന്ത്രൺ സ്വീകാർ കിയ. എന്നാല് ഏറ്റവും പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ പോവാനാണ് അദ്ദേഹം സമ്മതിച്ചത്. ഉസ് ബുഡിയാനെ ഉസ്കെ പഹ്ലെ ഏക് ബാർ സ്വാമിജി കോ ഭിക്ഷ ദീ ഥി. അതിനു മുമ്പേ, ഈ സംഭവത്തിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം സ്വാമിജിക്ക് അവര് ഭിക്ഷ നൽകിയിട്ടുണ്ട്. സ്വാമിജിനെ സ്വയം ഉസ്കെ പാസ് കഹല ഫേജാ കി വേ ഉസ്കി ബനായി ഐസി ചപ്പാത്തിയാ ഖാനാ ചാത്തെ ഹൈ ജൈസി കൈ ദിൻ പഹലെ ഉൻഹെ ദീ ഗയി ഥി. അപ്പോ സ്വാമി വിവേകാനന്ദൻ ഒരാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു,
മുമ്പ് തന്ന അതേപോലത്തെ ചപ്പാത്തി എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതെനിക്ക് ഉണ്ടാക്കി തരണം. യഹ് ജാൻകർ ഉസ് ഗുഡിയ കി ഛാത്തി ഫൂലുടി. ഇത് കേട്ടപ്പോ ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ജബ് ഖാന പരോസ് രഹി തി ഉസ്നെ സ്വാമിജി സെ കഹാ മേരെ ബच्चे बहुत चाहती हूं. ആഹാരം വിളമ്പിയ സമയത്ത് ആ അമ്മ പറഞ്ഞു, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ലേക്കിൻ മൈ ഗരീബ് ഗുഡിയ തുച്ഛെ ക്യാ തും. എനിക്ക് ഒരുപാട് നല്ല നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ പോലെ പാവപ്പെട്ട ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? തുച്ഛെ തേനെ ലായക് ചീസോ മുച്ചെ കഹാ മിലേഗി. നിനക്ക് തരാൻ പറ്റിയ സാധനങ്ങൾ എനിക്ക് എവിടെ നിന്നാണ് കിട്ടാൻ? സ്വാമിജി ഇസ് സാദേ ഭോജൻ പർ ഔർ ബുഡിയ കെ സത്കാർ പർ ബഹുത്ത് പ്രസന്ന ഹുയി. സ്വാമിജിക്ക് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ സരളമായിട്ടുള്ള ആഹാരത്തോടായിരുന്നു പ്രിയ. അദ്ദേഹം അത് കഴിക്കുകയും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. उन्होंने अपने साथियों से कई बार कहा, देखो इस मादा का वात्सल्य कितना अनोखा है. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ആ അമ്മയുടെ സ്നേഹം എത്ര സ്നേഹത്തോടു കൂടിയാണ് ഭക്ഷണം വിളമ്പുന്നത്, എത്ര സ്നേഹമാണ് അമ്മയ്ക്കുള്ളത്. ഉസ്കി ബനായി യെ മോട്ടി ചപ്പാത്തിയം കിത്തനെ സ്വാദിക് ഹെ കിത്തനെ സ്വാദിഷ്ട ഹെ. ആ അമ്മ ഉണ്ടാക്കിയ എത്രയും വലിയ ചപ്പാത്തി എത്ര സ്വാദിഷ്ടമാണ്, എത്ര സാത്വികമാണ്. ഉസ്കി ഗരീബി ഖൂബ് ജാനനെ വാലെ സ്വാമിജി നെ ഉസ്കെ ജാനെ ബിനാ ഉസ് ഘർ കെ സംരക്ഷക കെ ഹാത്ത് മേ 100 रुपए का एक നോട്ട് രഖ് ദിയ. ആ ഗരീബായിട്ടുള്ള, അതായത് ആ പാവപ്പെട്ട അമ്മയുടെ ആർത്ഥിക സ്ഥിതി അറിയാവുന്ന സ്വാമി വിവേകാനന്ദൻ അത് ആ വീട്ടിലുണ്ടായിരുന്ന ആ അമ്മയുടെ ഒരു സംരക്ഷകന്റെ കയ്യില് ഒരു 100 രൂപ നോട്ട് വച്ചു കൊടുത്തു. 7ാമത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം നമുക്ക് ഈ പാഠത്തിന്റെ നോട്ട്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.